ഗായ്സ്, അപ്പം നമ്മൾ വന്നിട്ടുള്ള റീപ്പോ ആയിട്ടാണ്. അപ്പോൾ റീപ്പോ കളിക്കുന്നത് റിയൽ അല്ല, നമ്മൾ റോബ്ലോക്സിലാണ് റീപ്പോ കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ 4 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ആരും കാണാനില്ല, ആ ഒരുത്തിനെ മാത്രമേ കാണാവുള്ളൂ. അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഉണ്ടല്ലോ, ആൾക്കാരുണ്ട് 4 പേരുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സാധനങ്ങളൊക്കെ പറക്കിയെടുത്ത് അതിൽ കൊണ്ടിട്ടേക്കാം. ഇവന്മാരിത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് അതിൻ്റെ വാരി മൊത്തം കളയടാം. എടേ ഒന്ന് മര്യാദക്കിട്. ഓക്കെ, സെറ്റ്. അവിടെ ഇത്ര ഇപ്പൊ അത് നശിപ്പിക്കും. എന്ത് കഷ്ടം. നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാ. എടാ മോനെ, ഇവിടെ ഇഷ്ടം പോലെ സാധനമുണ്ട്. ഇതിൽ ഡയമണ്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ പൊളിച്ചാണ്. ഡയമണ്ട് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ലക്കാണ്. ഡയമണ്ട് അത് ഡയമണ്ട് അല്ലേ? എടാ ഇത് ഡയമണ്ട് ആണോ? ഡയമണ്ട് കിട്ടി. ഓക്കെ, 1500 ഉണ്ടാ. ഡയമണ്ടിന്റെ വില 1500 ഉണ്ട്. എവിടെയെങ്കിലും തട്ടിയാലാണ് പ്രശ്നം. ഇവന്മാർ അതിൻ്റെ ഇടയിൽ കൂടെ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അത് പണിയാവൂലടാ. അമ്മമാരിപ്പോഴും അതെന്നെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ച് പൊട്ടിക്കുകയാണ്. ഇതിൻ്റെ വില എന്തായാലും കുറയുന്നുള്ള കാര്യത്തിൽ തീരുമാനം. എത്ര? ഓക്കെ, ഒന്ന് കുറഞ്ഞ് എൻ്റെ പൊന്നു. എന്തായാലും 1000 ഉണ്ട്, അത് മതി. നമുക്ക് 8936 ഡോളറാണ് വേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയും നമ്മൾ കണ്ടുപിടിക്കും, എന്തായാലും കണ്ടുപിടിക്കും. ഇവിടെ ഡയമണ്ട് ഇരിക്കുന്നുണ്ട്. എടുത്തെടുത്ത് ഓക്കെ, സെറ്റ് ചെയ്തു. 1500 തന്നെ. ഡയമണ്ടിൻ്റെ എല്ലാ ഡയമണ്ടിനും വേറെ 1500 തോന്നുന്നു. ഇതിനു മുന്നേ കളിച്ചിട്ടുണ്ട്, പക്ഷെ മിക്കവാറും എന്നെ ആരെങ്കിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എടാ അവന്മാരെ തട്ടിയടാ. എടാ ഒന്ന് നോക്കി പൊക്കിടാണ് ഇതൊക്കെ. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ ജയിച്ചടാ. ഇനി കുറച്ച്. ഓക്കെ, കുറച്ചുകൂടി മതി. എന്തെങ്കിലുമൊക്കെ കൈ കെട്ടണൊക്കെ എടുത്തില്ല. എന്തെങ്കിലും ഇല്ല, ആവശ്യ സമയത്തൊന്നും കാണില്ല. എടാ ഇവിടെ ഒന്നുമില്ലല്ലോ. അവനെ കൊണ്ടുപോകണ്ട. അതിട്ടീന് ആവുമായിരിക്കും. ഓക്കെ, സെറ്റ്. ഇടറാ, ഇത് കയറ്റിടേ. ഓക്കെ, സെറ്റ്. അതിൻ്റെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല. നോക്കി നോക്കാം. വേറെ ഒന്നും കിട്ടുന്നത് ഇപ്പം വേറെ സൗകര്യം കൊണ്ടുവന്നിട്ടുണ്ടോ? കുഴപ്പമില്ല. നമുക്ക് അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ സ്ഥലത്തോട്ട് പോവാം. മച്ചാൻ ഓൾറെഡി ഞെക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഷോപ്പിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടാവും. നമുക്ക് ഗണ്ണൊക്കെ വാങ്ങണമെങ്കിൽ കുറച്ചുകൂടി പൈസ. എടാ മോനെ, എന്താടാ ഇങ്ങനെ? അത് ബഗ്ഗാടാ, ഗെയിമിൻ്റെ ബഗ്ഗാണിത്. നമുക്ക് ഷോപ്പിലോട്ട് കയറാൻ പറ്റില്ല. ഇനി പവന്മാർ വാങ്ങിയിട്ട് വരണം. അതുവരെ നമുക്ക് ഇവിടെ നിൽക്കാറാ. 4 പേരുണ്ട്, ആരും പോയിട്ടില്ല. ഒരുത്തൻ പോയി. ഒരുത്തനോട് പോയി തോന്നുന്നുണ്ട്. നമുക്ക് തിരിച്ചു പോവാം. സ്ഥലത്തോട്ട് പോകാം. നമുക്ക് ഷോപ്പിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. തിരിച്ചു പോവാം. കമാൺ. ഓക്കെ, ഏക്കാനും പറ്റുന്നില്ല. സെറ്റ്. ഓക്കെ, നമ്മളപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ നമ്മളിവിടെ എത്ര പേരുണ്ടാവും അറിയില്ല. ആരൊക്കെ ലെഫ്റ്റായി പോയിട്ടുണ്ട് എന്ന്. അത് ആരാന്ന് എനിക്കറിയില്ല. റാൻഡം ആയിട്ടുള്ള പ്ലേസിൻ്റെ കൂടെ. എടാ ഒരാളുള്ളൂടെ, ബാക്കിയുള്ളവന്മാരൊക്കെ പോയി. എടാ എന്ത് പരിപാടിയാടാ. കണ്ട ഒരാളുള്ളൂ നമ്മുടെ കൂടെ. അവന്മാർ പകുതിക്ക് വെച്ചിട്ടിട്ട് പോയി. അത് കുഴപ്പമില്ല, നമ്മുടെ കൂടെ ഇവൻ നിൽക്കുന്നുണ്ട്. ഇവനിന് പോവാന്ന് എനിക്കറിയില്ല. കൈ കെട്ടണ നമുക്ക് എടുക്കാം. എടുക്കാൻ പറ്റുന്നടാ. കുഴപ്പമില്ല, നമുക്ക് വേറെ എടുക്കാം. നമുക്ക് ഇവിടെ ഇതെടുത്തോ. ഓക്കെ, സെറ്റ്. കമാൺ. കേരളം അവിടെ ഉണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഈ കാറ്റ് ഇട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് എടുത്തോണ്ടിരാം. കാരണം കാറ്റിലിടുന്നതൊക്കെ നമ്മൾ നേരിട്ട് അവിടെ കൊണ്ടിടുന്നതാണ്. ചെറുതൊക്കെ ഇതിൽ കിടന്നോട്ടെ, പക്ഷെ വലിയത് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി. എന്താ ഒരു പൊരി. എടാ ഓടിക്കൂടാ. ഇത് മറ്റേ പൊട്ടിത്തെറിക്കണ സാധനമല്ലേ? എൻ്റെ മോനെ, നമുക്ക് ആ എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ അവിടെ കയറിക്കാം. കാരണം നമ്മൾ ചത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നെയ്യാൽ നമ്മൾ റിവൈവ് ആവും. അങ്ങനെ പരിപാടി ഉണ്ട്. അവൻ ചത്തെന്ന് തോന്നണം കേട്ടാ. അവൻ ചത്തുണ്ടാവും ഇപ്പോൾ. ഇല്ല, അവൻ ചത്തല്ല. അവന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവൻ നമ്മൾ ചത്തുവെന്ന് വിചാരിച്ച് വന്നതെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അവിടെ പെട്ടി സെറ്റ്. ഒരു വലിയ വാല്യൊന്നുമില്ല. ഡയമണ്ടിൻ്റെ അത്ര വാല്യൂ പോലില്ലടാ അതിന്. ഇത്ര വലിയ സാധനമായിട്ട് എത്ര വാല്യൂ ഉള്ളൂ. നമുക്ക് ഇതുപോലുള്ള വെള്ളം കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല.
അവന് ഡയമണ്ട് കിട്ടി തോന്നണം. അവനൊക്കെ കിട്ടില്ല സാധനങ്ങൾ കിട്ടുന്നുണ്ടോ, നമുക്കാണൊന്നും കിട്ടാതെ. പിന്നെ ഇതില് നമുക്ക് 21,000 സംതിങ് ഡോളറാണ് ആവശ്യമുള്ള. ഇവിടെ ഒരു വലിയ ബാഗ് ഉണ്ട്, എടുക്കാം. ആള് വരുന്നുണ്ട്. വിട്ടോ ഞാനിതവിടെ കൊണ്ടുവയ്ക്കാം. ഇതേടെ ഇവിടെ വേറൊരു സാധനം ഇരിപ്പുണ്ടല്ലോ. ഓക്കെ, ഇതവിടെ കൊണ്ടുവച്ചിട്ട് വരാം. ഇത് മിക്കവാറും ഞാൻ ഇത് തീർക്കുന്നു അടിച്ചിട്ട്. എൻ്റെ മോനെ തീർന്ന് അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം. എത്ര 362. അയ്യോ എടാ, ഇത്രയ്ക്ക് അവൻ വരുന്നുണ്ട്. ഇവനെന്ത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണേ? അവനവിടെ ഉണ്ടാ. അയ്യോ ഓടിക്കോ. എൻ്റെ മോനെ, എടാ ഞാൻ വിചാരിച്ചു ചത്തെന്ന് വിചാരിച്ചു. പോയെന്ന് തോന്നണം. ഇല്ല. കമാ എടാ പോട്ടെ. എക്സ്റ്റൻഷൻ ബോർഡിൽ കയറി എൻ്റെ മോനെ. എടാ പോയവൻ. എടാ പോയിടാ. ഇനി ചിലപ്പോൾ അവിടെ ഞാൻ നിൽക്കണം. അവൻ തീർന്നു പോകുന്നുണ്ടിട്ട് എനിക്ക്. മിക്കവാറും അവൻ ചത്ത് കാണും. ഇല്ല. ഇവിടുണ്ട്. ചെക്ക സേഫായിട്ട് കയറുന്നുണ്ട്. ഈ സാധനം എടുക്കാം നമുക്ക്. എടാ എല്ലാവരും കൂടി പിടിച്ച് നശിപ്പിക്കല്ലേ പ്ലീസ്. ചെക്ക നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മിക്കവാറും അവിടെ ഇവിടെ പോയി അടിച്ച് സാധനം തീരുന്നതാണ്. ഇതിൻ്റെ ഏകദേശം 1148 എത്ര ഉണ്ട്. അതായത് 1410 ഡോളറായിട്ടുള്ളൂ ഇതുവരെയായിട്ട്. 1000 ഇട്ട് നമുക്ക് 21,000 വേണം. എൻ്റെ മോനെ, ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാടാ? അയ്യോ. ഓക്കെ നമുക്ക് എന്തായാലും പോയൊക്കെ. ഇവന്മാരിത്തിരി സീനാണ്. നമ്മള് ഏകദേശം 10,000 സംതിങ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തരക്കാ. ഞാൻ കുറെ നേരം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കണം. ഇവൻ ഇവിടെ വന്നിരിക്കും. മച്ചാനെ നേരത്തെ തട്ടിയെന്ന് തോന്നുന്നുണ്ട്. എടാ ഇവൻ ഇനി കൊണ്ടുപോയി റിവൈവ് ചെയ്യണം. നമ്മൾ ആ എക്സ്റ്റൻഷൻ ബോർഡിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇവ റിവൈവ് ആവും. ഓക്കെ കമാ. അവിടെ ഇവിടെ തട്ടി നിൽക്കണം. ഒരു കാര്യം കേട്ടോ, ഇവൻ ഇത്ര നേരമായിട്ട് അതായത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ അധികം നേരമായിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. കുറേ നേരം കഷ്ടപ്പെട്ടാണ് ഇത്ര തന്നെ എത്തിച്ചത്. പക്ഷെ ചെക്കനെ കുറേ നേരമായിട്ട് കാണാനില്ല. ഇവന് ഇത്ര നേരമായിട്ട് ചത്തിട്ട് നമ്മുടെ കളി കണ്ടവിടിരിക്കുക. അവൻ ബാക്കിയുള്ളവരുടെ പോലെ ലീവ് അടിച്ചൊന്നും പോയില്ലടാ. ചെക്കൻ നല്ല ആളാന്ന് തോന്നുന്നുണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. അവന് തോന്നുന്നു നമ്മളെ രക്ഷിക്കുന്നു തോന്നിയെന്ന് വിചാരിക്കണം. ഓക്കെ, അവർ റിവൈവ് ആയിട്ടുണ്ട്. ഹലോ ബ്രോ. ഹലോ. ഓക്കെ, നന്ദിയൊന്നും പറയണ്ട. ഓക്കെ, അതൊക്കെ എൻ്റെ കടമയാണ് ബ്രോ. പോവാം. കടന്നൊക്കെ ശരി, ഹെൽപ്പ് ചെയ്താൽ മതി. എടാ ഇവൻ ആരെങ്കിലും വന്ന് അവിടെ വിളിച്ചിരിക്കടാ. ഇവൻ ചെയ്യുന്നില്ല, ഭയങ്കര പേടിയവന്. കമൺ ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി റെഡി ആക്കിയിട്ട് വിളിക്കാം. കാരണം നല്ല ബുദ്ധിമുട്ടാണ് ഗൈസ്. കുറേ നേരം പിടിച്ചിട്ടാണ് ഓരോ സാധനങ്ങളും കിട്ടണത്. ഇവിടെ ഒന്നുമില്ല. അതിൻ്റെ ഇടയിൽ മറ്റേ ഒരു തലയോട്ടി അപ്പൂപ്പൻ ഇങ്ങനെ കറങ്ങി വരുന്നു. പൊക്കോടാ. ഇങ്ങോട്ട് പോകണ്ട. ഇയാൾ ഇങ്ങനെ മറ്റേ പെട്രോളിങ്ങിന് ഇറങ്ങിയേക്കണം ഇവിടെ. അതുകൊണ്ട് അതൊരു വേറെ പ്രശ്നം. അങ്ങനെ അവസാനം നമ്മൾ 20,000 ഇതും കൂടി കൊണ്ട് ചെയ്യാൻ നമ്മൾ ജയിക്കണം. ഷുവറായിട്ട് നമ്മൾ ജയിക്കും. ഓക്കെ, ഇതും കൂടി അവിടെ എത്തിച്ചാൽ മതി. അതിൻ്റെ ഇടയിൽ അങ്ങേരെങ്ങാനും വന്ന് എനിക്ക് നല്ല ദേഷ്യം വരും കേട്ടോ. പക്ഷെ ഇവൻ ഇത് എവിടെ പോയി കിടക്കണേ? ഇവനെന്ത്? ഓക്കെ. അവൻ 22 1000 കൂടുതൽ അവൻ ഇട്ടിട്ടുണ്ട്. അവൻ നമ്മളെ അത്യാവശ്യം പണിയൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, 23,000 സംതിങ് നമ്മൾ ആക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ എക്സ്ട്രാ കുറച്ചുകൂടി പൈസ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ. ഇനി വേറെ എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടെന്ന് പറഞ്ഞേക്കല്ലേ പ്ലീസ്. ഇല്ലാന്ന് തോന്നുന്നുണ്ട്. വേറെ ഒന്നും ഇല്ലടാ. നമുക്ക് പോവാം. അത് ഞെക്കിയൊക്കെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പോകാൻ പറ്റിയാൽ മതി. ഓക്കെടാ, സെറ്റ് പോവാം. ഓക്കെ പോട്ടെ. സെറ്റ് ഗൈസ്, നമുക്ക് ബഗ്ഗായതാണ്. നമുക്ക് ഷോപ്പിലേക്ക് കയറാൻ പറ്റുന്നില്ലടാ. അതുകൊണ്ട് തന്നെ അവൻ പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് നമുക്ക് ഇവിടെ നിൽക്കാം. അതിനൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട്, പക്ഷെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല കമൻറ്റ്. ഓക്കെ, സെറ്റ്. ഇതാണ് എന്തൊക്കെ വാങ്ങണ്ടേ? ഏകദേശം 11,000-ഓളം രൂപയുടെ എന്തോ വാങ്ങിയിട്ടുണ്ടവൻ. ഓക്കെ, നോക്കാം എന്താണെന്ന് എനിക്കറിയാം. 16,000 സംതിങ് ആയിട്ടുണ്ടവൻ വാങ്ങി. എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
നല്ല എന്തെങ്കിലും ആയാൽ മതിയാറത്. അല്ലെങ്കിൽ പിന്നെ പൈസ വെറുതെ എനിക്ക് തോന്നുന്നില്ല. അവനെ കണ്ടിട്ട് അവൻ ബാക്കി 2425 രൂപ ഉണ്ടാകൂടി. കുഴപ്പമില്ല, അവൻ എന്തെങ്കിലും നല്ല സാധനമായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. നിൽക്കാലോ, വേണ്ട അവൻ തന്നെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അവനെ കാണാനുണ്ട് ഇവിടെ. ഷോപ്പിലെത്തിക്കാൻ പിന്നെ അവനെ കാണാൻ പറ്റുന്നില്ല. എന്താണോ അവൻ എന്താ വാങ്ങിയിട്ടില്ലെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സ്പീഡ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. സ്പീഡ് ഓക്കെ, അതെടുക്ക്. അതൊക്കെ ഇതെടുത്തിട്ടുണ്ട്. എനിക്ക് ചെയ്യേണ്ടത് ഹെൽത്ത് പാക്ക് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഹെൽത്ത് പാക്ക് വാങ്ങിയിട്ടുണ്ട്. ഹെൽത്ത് പാക്ക് എങ്ങനെ യൂസ് ചെയ്യുന്ന ഇവിടെ നിൽക്കാൻ മതിയെന്നോ അവിടെ. ഓക്കെ നിൽക്കട. ഓക്കെ ഈ സാധനം 110 ഹെൽത്ത് ആയുള്ളൂടാ. ഓക്കെ 20 പോയിന്റ് ഹെൽത്താണ് കയറാൻ തോന്നുന്നുണ്ട്. അതിന് കയറും. സ്പീഡ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തല്ലേ. ഓക്കെ സ്പ്രിൻ്റ് അങ്ങനെയുണ്ട്. അത് നമ്മൾ വേസ്റ്റ് ചെയ്തറാ. നമുക്ക് കയറണില്ല. നമുക്ക് ഓൾറെഡി 30% തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്തത്. ചെക്കൻ പൈസ കൊടുത്ത് ഇപ്പം ചത്ത ഇല്ല. എടാ ഡയമണ്ട്. ഓക്കെ എടാ ഡയമണ്ട് എടുക്കറാ. അതെ അവിടെ ഒരു ഡയമണ്ട്. എടാ അവൻ ചത്തറാ. എടാ അവനെങ്ങനെ ചത്ത്? ഇവനെങ്ങനെ ചത്ത്? ഡേയ് എടാ ഇവിടേക്ക് ആരും വന്നിട്ടില്ല. പിന്നെ എങ്ങനെ ചത്ത്? ഓക്കെ അത് നോക്കിയേക്കാൻ നമുക്ക് സമയം. നമുക്ക് അവൻ വന്നോളും. നമുക്ക് പോയിട്ട് നമ്മുടെ പരിപാടി നോക്കാം. അവൻ പോയിട്ടില്ല. അവൻ വരും എന്തായാലും. ഈ സാധനം നമുക്ക് എന്തായാലും അവൻ വന്നോളും. നമുക്ക് കയ്യിൽ കിട്ടുന്ന സാധനം ഇവിടെ ഒരു ഡയമണ്ട് ഉണ്ട്. ഓക്കെ സെറ്റ്. അപ്പം അതും ഓക്കെ. ഇത് വിളിക്കാം. കുറച്ചുകൂടി കുഴപ്പമില്ല അവിടെ വെക്കാം. ഓക്കെ ഇത് ഉള്ള ഈ ഗ്ലാസ്സുകൾ വെച്ച് ഏറ്റവും പൈസ കൂടുതൽ ഇതിനാട്ടാ. ഞാൻ ആദ്യം വിചാരിച്ച ഗോൾഡൻ കളറുള്ളതിനായിരിക്കും പൈസ കൂടുതലെന്ന്. ഗോൾഡ് അല്ല ഒരു യെല്ലോ ഇഷ്ടം അതായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ അതിന് ഇതിനേക്കാൾ കുറവാണ്. അതിന് എത്ര 700 സംതിങ് അവിടെ ഉള്ളൂ. ഇതാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും പൈസ കൂടുതലുള്ള ഗ്ലാസ് കിട്ടുക. ഇനിയിപ്പോൾ ആ തലയോട്ടി ഞാനിവിടെ ഉണ്ട്. ഈ മാപ്പിൽ ഞാനിതുവരെ അവനെ കണ്ടിട്ടില്ല. ഏടാ ഇവിടെ എന്താ ഡയമണ്ടിൻ്റെ ചായയുടെ അവിടെ. ഇവിടെ നമുക്ക് എന്തായാലും ജയിക്കാൻ പറ്റില്ല. നമ്മളിവിടെ എന്തായാലും ഉറപ്പായിട്ടും ജയിക്കും. അത് ഉറപ്പാണ്. എൻ്റെ ഉറപ്പ്. ഇപ്പം നമ്മൾ 3000 സംതിങ് ആയിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് ചെയ്യാറ്. കാരണം ഇഷ്ടം പോലെ ഡയമണ്ട് കാണുന്നിടത്ത് മൊത്തം ഡയമണ്ടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ചധികം തന്നെ ആക്കിയിട്ട് നമുക്ക് കാണിക്കാം. അതിനിടയിൽ വല്ല എനിമീസ് എങ്ങനെ വരാൻ ആ ഭാഗം കൂടി നമുക്ക് കവർ ചെയ്യാം. എടാ ഈ സാധനം മൊത്തം അവൻ ഇവനീൻ്റെ വേറെ പുതിയ അവതാരം. ഹലോ നമ്മളിവിടെ നിന്ന് ചത്താലും കുഴപ്പമില്ല. കൊല്ലണ്ട തന്നെ കൊല്ലാണെങ്കിൽ ഇവിടെ വെച്ച് കൊല്ലണം. ഞാൻ ഡയമണ്ട് എടുത്താൽ കണ്ടിട്ടേക്കാം. അപ്പം നമ്മൾ ഏകദേശം 8000 സംതിങ് ആയിട്ടുണ്ട്. ഇവനെ പൊക്കാൻ പറ്റൂടാ. ഒരു മിനിറ്റ്. എടാ ഇവനെ പൊക്കാം. ഇല്ലടാ അവനെ പൊക്കാൻ പറ്റും. അയ്യോ അത് പറ്റി പിടിക്കാൻ പറ്റുന്നോടാ. അവനിങ്ങനെ പൊക്കോണ്ടിരിക്കല്ലേ. അവൻ ഇച്ചിരി അപ്പുറത്തെ തലയോട്ടി ഉണ്ടടാ. എടാ 2 പേരുടെ അതില് ഇച്ചിരി ബുദ്ധിമുട്ടാ. എനിക്കറിയില്ല. അതെ അവിടെ തലയോട്ടി നിൽക്കുന്നുണ്ട്. മറ്റവന് അവിടെ അങ്ങനെ ഉണ്ട്. വരുന്നത് ഇവന്റെ കാര്യത്തിൽ തീരുമാനം. ഇതന്നെ പണി. അത് ഇപ്പൊ തന്നെ എത്ര 4-5 പ്രാവശ്യം അങ്ങനെ ഞാൻ അവനെ റിവൈവ് ചെയ്യണം ഇതിൻ്റെ ഇടയിൽ. പക്ഷെ എന്താന്നാലും ഇവൻ പോകുന്നില്ല കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കായിട്ട് പോകുന്നില്ല. എത്ര ചത്താലും ഇവിടെ തന്നെ ഉണ്ട്. കുഴപ്പമില്ല. ഓക്കെ കമണ്ട്. ഓക്കെ സെറ്റ് കമോൺ. ഓക്കെ ഏകദേശം നമുക്ക് അത്യാവശ്യം പൈസ ആയിട്ടുണ്ട്. ഒരു പകുതിയോടടുത്ത് പൈസ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി സാധനങ്ങൾ ആവശ്യമുണ്ടാ. ഈ 1000 രൂപയുടെ സാധനങ്ങൾ വെച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീർത്തിട്ട് പോവാം. വേറെ ഡയമണ്ട് ഇവിടെ ഉണ്ട്. ഇതുപോലെ ഒരു 4-5 ഡയമണ്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഇതെത്തിക്കാൻ മതി. പിന്നെ എന്തെങ്കിലും 4 ഗ്ലാസ് വരിട്ടാൽ മതി. ഓക്കെ വഴി ഏതായിരുന്നു? ഇതല്ലേ? തന്നെ അവൻ ആ കട്ടിൻ്റെ അടിയിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും എടുത്തോടാ അവനെ. ഓക്കെ ഇനി വേണം. ജയിച്ചപ്പോൾ അവൻ എവിടെ അങ്ങനെ ഉണ്ടാ. അതിൻ്റെ സൗണ്ട് കേൾക്കണ്ട്.
നമ്മളെ കണ്ടോന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും അവന്റെ കയ്യോട് ചത്തോയില്ല. അവൻ റിവൈവ് ചെയ്യായിരിക്കും. ഹലോ, ഇവൻ നമ്മളെ വേണ്ടാന്ന് തോന്നുന്നു. ഇവനെന്താ അതിനകത്ത്? മറ്റവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവനെവിടെ പോയി? അവനെയും കാണാല്ലേ. ഗൈസ്, അപ്പൊ നമ്മൾ കണ്ടു കാണത്. എടാ നെറ്റ് പോയടാ. അയ്യോ എടാ നെറ്റ് പോയി ഗൈസ്. അപ്പോൾ ഇത്രത്തോളം ഇന്നത്തെ വീഡിയോ. കാരണം നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനാണ് വിചാരിച്ചത്. ബട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ബൈ ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് കാണുന്ന വെറൈറ്റി ഗെയിം പ്ലേ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കെല്ലാവർക്കും ഈ ചാനൽ അയച്ചു കൊടുക്കുക. ഓക്കെ ബൈ.